ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് ഇത്. മുരിങ്ങ കായ കൂട്ടിയിട്ടില്ലേ? അതിന്റെ മുരിങ്ങന്റെ പൂവാണ് ഇത്. ഇത് കറി വെക്കുവാ. ഇത് നല്ല സൂപ്പർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കൂടിക്കോ, നമുക്ക് ഒരുമിച്ചൊരു മുരിങ്ങാപ്പൂ തോരൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ മുരിങ്ങാപ്പൂ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. നമുക്ക് 1 കപ്പ് തേങ്ങ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു തരണം. വേണ്ടത് സവാള, ഒരു വലിയ സവാള മുറിച്ച് വെച്ചതാണ് ഇത്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, 3 പച്ചമുളക് കീറിയിട്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽ മുളകെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങാപ്പൂവാണ്. ആ മുരിങ്ങാപ്പൂ ഞാൻ ഓരോ പിടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എണ്ണയും കൂടെ ചേർന്ന് ഈ മുരിങ്ങാപ്പൂവും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയും സവാളയും ചേർത്ത മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച ഈ മിക്സും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാനുണ്ട്. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതെന്ത് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കി. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം ഞാൻ സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ മുരിങ്ങാപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മോളിപ്പോൾ മുരിങ്ങാപ്പൂ തോരൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. മുരിങ്ങാപ്പൂ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ നമ്മളത് കളയാതെ അത് നമ്മൾ കുറച്ച് നേരം പെറുക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പെറുക്കിയെടുത്ത് നല്ല രീതിയിൽ കഴുകിയെടുത്ത് നമുക്കിത് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.